ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട വൈറ്റ് സോസ് പാസ്തയുമായിട്ടാണ്. ഇറ്റലിയിൽ ജന്മം കൊണ്ട ഈ പാസ്തയ്ക്ക് 350 വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്, മക്രോണിയാണ്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിള വരുമ്പോഴേക്കും പാസ്തയിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർക്കുന്ന വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. ഓയിൽ ചേർക്കുന്നത് ഈ പാസ്തകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ വേഗം തന്നെ ഇത് വെന്ത് കിട്ടും. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയത്ത് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 5 ഗാർലിക്ക് പീസസ് ആക്കിയതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ക്യാരറ്റും തക്കാളിയും ക്യാപ്സിക്കവും കട്ട് ചെയ്തത് 3 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇത് കോരി മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആകുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 1.5 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 300 ml പാലുണ്ടായിരുന്നു. മൈദ കട്ടായി കിടക്കുന്നത് പാലുമായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും മെൽറ്റായിട്ട് വന്നോളും. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്നും വാങ്ങുന്ന ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണിയും വെജിറ്റബിൾസും ആഡ് ചെയ്യാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മക്രോണി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഇനിയിപ്പോൾ മിക്സിങ് മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പാസ്തയും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. പ്യുവർ ഗോതമ്പാണ് ഈ പാസ്ത എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.